ലോകം മുഴുവൻ ആരാധിച്ച ഒരു സൂപ്പർ സ്റ്റാർ, ഒരു സമയത്ത് ഹോളിവുഡിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യൻ. പക്ഷെ വീണ്ടും അതേ ലോകം അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചു. ഇതൊരു സിനിമാ കഥയല്ല, ജോണി ഡെബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിത കഥയാണ്. 1963 ജൂൺ 9 അമേരിക്കയിലെ കെൻടക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞാണ് പിന്നീട് ലോകം മുഴുവൻ ആരാധിച്ച ജോണി ഡെബ്. ജോണി ഡെബിൻ്റെ കുട്ടിക്കാലം ഒട്ടും സന്തോഷകരമായിരുന്നില്ല. ജോണി ഡെബിൻ്റെ അച്ഛൻ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. മാത്രമല്ല, അദ്ദേഹം വളരെയധികം മദ്യപിച്ച് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആളായിരുന്നു. ജോണി ഡെബിൻ്റെ അമ്മ ഈ ഹോട്ടൽസിലും മോട്ടലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ കുടുംബം പോലെ തോന്നുമെങ്കിലും ആ വീടിനുള്ളിൽ സമാധാനം വളരെ കുറവായിരുന്നു. ജോണി ഡെബ് പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ വളരെ കടുപ്പമുള്ള ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ വീട്ടിൽ വഴക്കുകളും മാനസിക സമ്മർദ്ദങ്ങളും സ്ഥിരമായി കുടുംബം ഇടയ്ക്കിടെ താമസം മാറിക്കൊണ്ടേയിരുന്നു. ഏറെക്കുറെ 20ഓളം വീടുകളാണ് ജോണി ഡെബിൻ്റെ 15 വയസ്സിനുള്ളിൽ തന്നെ ഇവരുടെ കുടുംബം മാറിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ജോണി ഡെബിന് 12 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അവനൊരു ഗിത്താർ വാങ്ങിക്കൊടുക്കുന്നത്. അത് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. മറ്റുള്ള കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ജോണി ഡെബ് മണിക്കൂറുകളോളം മുറിയിലിരുന്ന് ആ ഗിത്താറും വായിച്ചുകൊണ്ടിരിക്കും. സംഗീതം അവനൊരു രക്ഷപ്പെടലായി തോന്നിയിരുന്നു. അങ്ങനെ ജോണി ഡെബിൻ്റെ 15ാമത്തെ വയസ്സിൽ അവൻ്റെ സ്കൂൾ ജീവിതം ഉപേക്ഷിക്കുന്നു. പലർക്കും അതൊരു പരാജയത്തിൻ്റെ തുടക്കമായാണ് തോന്നിയത്, പക്ഷെ ജോണിക്ക് അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമായിരുന്നു. അങ്ങനെ ജോണി ഡെബ് ദ കിഡ്സ് എന്ന റോക്ക് ബാൻഡിലേക്ക് ചേർന്നു. രാത്രികളിൽ ചെറിയ ക്ലബ്ബുകളിലും പബ്ബുകളിലുമൊക്കെ പാട്ടുപാടാനും ഗിത്താർ വായിക്കാനും പോകുമായിരുന്നു. കിട്ടുന്ന പണം വളരെ തുച്ഛമാണെങ്കിലും അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് അവൻ അതിനെ കണ്ടിരുന്നത്. ഒരു റോക്ക് സ്റ്റാർ ആവുക എന്നത് തൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായതുകൊണ്ട് തന്നെ ജോണി ഡെബ് 1980കളിൽ ലോസ് ഏഞ്ചലസിലേക്ക് താമസം മാറി. ലോസ് ഏഞ്ചലസ് അവൻ്റെ ജീവിതത്തിന് ഒരു വലിയ വഴിത്തിരിവാകുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവിടെയും അവനെ കാത്തിരുന്നത് പരാജയം മാത്രമാണ്. പക്ഷേ ആ പരാജയം ജോണി ഡെബിൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു വിജയത്തിൻ്റെ വഴിത്തിരിവായിരുന്നു. കാരണം അവിടെ വെച്ചാണ് ജോണി ഡെബ് ആദ്യമായിട്ട് ലോറി ആൻഡ് ആലിസൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആദ്യമായിട്ട് രണ്ടുപേരും കാണുമ്പോൾ തന്നെ രണ്ടുപേർക്കും ഇഷ്ടമാവുകയും പിന്നെ രണ്ടുപേരും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. സാമ്പത്തികമായിട്ടും ഇവർ രണ്ടുപേരും വളരെ അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെ ജീവിതത്തിലും വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോറി ആൻഡ് ആലിസൺ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ട് ജോണി ഡെബ് നിക്കോളാസ് കേജിനെ പരിചയപ്പെടുന്നത് പുള്ളിക്കാരി വഴിയാണ്. ആ സമയത്ത് നിക്കോളാസ് കേജ് ഹോളിവുഡിൽ വളർന്നു വരുന്ന ഒരു യുവ നടനായിരുന്നു. താമസിയാതെ നിക്കോളാസ് കേജും ജോണി ഡെബും വളരെ നല്ലൊരു സുഹൃത്തുക്കളായിട്ട് മാറി. അങ്ങനെ നിക്കോളാസ് കേജ് ഒരു ദിവസം ജോണി ഡെബിനോട് പറഞ്ഞു, തനിക്ക് ഈ മ്യൂസിക്കൊക്കെ വിട്ടിട്ട് സിനിമയിലൊന്ന് ട്രൈ ചെയ്തുകൂടി. തൻ്റെ നടത്തവും തൻ്റെ സംസാര ശൈലിയും ആറ്റിറ്റ്യൂഡും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഈ ഒരു വാക്കാണ് ജോണി ഡെബിൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറാനുള്ള കാരണം. തൻ്റെ റോക്ക് സ്റ്റാർ ആവണമെന്നുള്ള ആഗ്രഹം മാറ്റിവെച്ച് താൻ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്ന ആദ്യ നിമിഷം. അങ്ങനെ നിക്കോളാസ് കേജ് ജോണി ഡെബിനെ തൻ്റെ ഏജൻറ്റിന് പരിചയപ്പെടുത്തി കൊടുത്തു. തൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞു, ഇവന് പറ്റിയ നല്ല ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തന്നെ വിളിക്കണം. പറ്റുമെങ്കിൽ അടുത്ത സിനിമയിൽ തന്നെ ഇവനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ജോണി ഡെബ് തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചു. അങ്ങനെ 1984 ഹോളിവുഡിൽ ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ടി പുതുമുഖങ്ങളെ തേടുന്നുണ്ടായിരുന്നു. ആ സിനിമയുടെ പേരാണ് എ നൈറ്റ്മെയർ ഓൺ എൽം സ്ട്രീറ്റ്. അതിൽ ജോണി ഡെബിന് ചെറിയൊരു ക്യാരക്ടർ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അവനതിൽ അഭിനയിച്ച കഥാപാത്രം ഗ്ലെൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. സിനിമ 1 ഹിറ്റായി. അത് ജോണിക്ക് ഹോളിവുഡിൽ ഒരു വാതിലാണ് തുറന്നു കൊടുത്തത്. പക്ഷേ അപ്പോഴും ജോണി ഡെബിൻ്റെ യഥാർത്ഥ സ്വപ്നം സംഗീതം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജോണി ഡെബിന് ഒരു വലിയ അവസരം ലഭിച്ചു. ഒരു TV സീരീസ് 21 ജംപ് സ്ട്രീറ്റ് എന്നാണ് ആ ഒരു സീരീസിൻ്റെ പേര്. ഈ സീരീസിലൂടെ ജോണി ഡെബ് യുവജനങ്ങളുടെ സൂപ്പർ സ്റ്റാറായിട്ട് മാറി. സ്കൂൾ വിദ്യാർത്ഥികൾ അവൻ്റെ ഫോട്ടോകൾ അവരുടെ വീടുകളിലും റൂമുകളിലേക്ക് ഒട്ടിക്കാൻ തുടങ്ങി. മാഗസീനുകൾ അവനെ ടീൻ ഐഡൽ എന്ന് വിളിച്ചു. പക്ഷേ ജോണിക്ക് ആ ഇമേജ് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവൻ സാധാരണ ഹീറോ ആകാനല്ല ആഗ്രഹിച്ചത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഹീറോ ആവാനാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ജോണി ഡെബ് ഒരു വ്യത്യസ്തമായ സംവിധായകനെ കാണുന്നത്. അതെ, ടിം ബർട്ടൺ. ഈ ഒരു കൂട്ടുകെട്ട് പിന്നീട് ഹോളിവുഡിൻ്റെ ചരിത്രമായി മാറി. അവരുടെ ആദ്യ സിനിമ 1 ഹിറ്റായി. സിനിമയുടെ പേര് എഡ്വേർഡ് സിസേഴ്സ് ഹാൻഡ്സ്. കൈകൾക്ക് പകരം കത്തികളുള്ള ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ കഥ. സാധാരണ നടന്മാർ ഒഴിവാക്കി വിടുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷെ ജോണി ഡെബ് അത് ചെയ്തു. അവിടെ നിന്നാണ് ജോണി ഡെബിനെ കുറിച്ചിട്ട് ലോകം മനസ്സിലാക്കിയത്. ജോണി ഡെബ് ഒരു സാധാരണ ഹീറോ മാത്രമല്ല, അദ്ദേഹമാണ് ഒരു യഥാർത്ഥ ആർട്ടിസ്റ്റ് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. ശേഷം വന്ന സിനിമകളാണ് സ്ലീപ്പി ഹാലോ, ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി, സ്വീനി ടോഡ്, ദ ഡീമൺ ബാർബർ ഓഫ് ഫ്ലീറ്റ് സ്ട്രീറ്റ്
എല്ലാം വിചിത്രമായ വളരെ പ്രത്യേകതയുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങളും കഴിഞ്ഞ് 2000-ന്റെ തുടക്കം ഡിസ്നി ഒരു വലിയ സാഹസികത്തിന് പ്ലാൻ ചെയ്തു. കുറച്ച് കടൽ കൊള്ളക്കാർ വെച്ചിട്ട് ഒരു സിനിമ. ആ സിനിമയായിരുന്നു ദ പാരറ്റ്സ് ഓഫ് ദ കരീബിയൻ ദ കേഴ്സ് ഓഫ് ദ ബ്ലാക്ക് പേൾ. ഈ സിനിമ ഒരു തീം പാർക്ക് റൈഡിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന കഥാപാത്രം ആര് ചെയ്യും? പല നടന്മാരെയും അവർ പരിഗണിച്ചു. അവസാനം ജോണി ഡെപ്പിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഡിസ്നിക്ക് ജോണി ഡെപ്പിനെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഡിസ്നി പാരറ്റ്സ് ഓഫ് ദ കരീബിയൻ ആദ്യം ചെയ്യുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇത്ര ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ജോണി ഡെപ്പിനെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം ജോണി ഡെപ്പാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത്, ഈ സിനിമയിലുള്ള ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ക്യാരക്ടർ സാധാരണ ഒരു ക്യാരക്ടറിനെ പോലെ കാണിക്കാതെ അല്പം മദ്യപിക്കുന്ന, തമാശയൊക്കെ പറയുന്ന, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടും. ഇതാണ് ജോണി ഡെപ്പ് അവർക്ക് കൊടുത്ത മറുപടി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഡിസ്നി അത് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ക്യാരക്ടർ ജോണി ഡെപ്പിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറ്റുകയായിരുന്നു ചെയ്തത്. ഷൂട്ടിങ്ങിനിടെ ഡിസ്നി എക്സിക്യൂട്ടീവ്സ് പേടിച്ചു. അവർ ചോദിച്ചു, ഇവൻ സിനിമയെ നശിപ്പിക്കുകയാണോ? ചിലർക്ക് ജോണി ഡെപ്പ് ഓവർ ആക്ടിങ് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. പക്ഷേ ജോണി ഡെപ്പ് തൻ്റെ കഥാപാത്രത്തിൻ്റെ ശൈലി മാറ്റിയില്ല, അതുപോലെ തന്നെ തുടർന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമെന്ന് തന്നെ ജോണി ഡെപ്പ് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. 2003-ൽ സിനിമ റിലീസ് ചെയ്തു. അതിനുശേഷം നടന്നത് ചരിത്രം. ലോകം ജാക്ക് സ്പാരോനെ ഏറ്റെടുത്തു. ജനങ്ങൾ സിനിമ കാണാൻ മാത്രമല്ല പോയത്, ജാക്ക് സ്പാരോനെ കൂടെ കാണാനാണ്. ജോണിയുടെ നടപ്പും സംസാരവും കണ്ണുകളുടെ പ്രകടനവും എല്ലാം ഐക്കോണിക് ആയിരുന്നു. സിനിമ കോടികൾ നേടി. ജോണിക്ക് ആദ്യമായി ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. പിന്നീട് ഡിസ്നിക്ക് മനസ്സിലായി അവർ പേടിച്ച അതേ പെർഫോമൻസ് ആണ് സിനിമയെ രക്ഷിച്ചത്. അതിനുശേഷം തുടർച്ചയായി പാരറ്റ്സ് ഓഫ് ദ കരീബിയൻ സിനിമകളുടെ ഫ്രാഞ്ചൈസ് വന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് വന്ന എല്ലാ സിനിമയും വൺ ഹിറ്റായി. ജാക്ക് സ്പാരോ എന്ന കഥാപാത്രം ലോക സിനിമയിലെ ഏറ്റവും വലിയ ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് മാറി. അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹിച്ച ജോണി ഡെപ്പ് ലോകമറിയപ്പെടുന്ന ഒരു സിനിമാ നടനായിട്ട് മാറി. ജോണി ഡെപ്പിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നം അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല. വാർത്തകളിൽ ജോണി ഡെപ്പ് നിറഞ്ഞു നിന്നിരുന്നു. അവൻ പല റിലേഷൻഷിപ്പിലും ഉണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് വെനേസ പാരഡൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. കുറച്ച് വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം 2012-ൽ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയായിരുന്നു. ശേഷം 2015-ൽ ജോണി ഡെപ്പ് ആംബർ ഹേർഡിനെ വിവാഹം കഴിച്ചു. പക്ഷേ ഈ വിവാഹം പിന്നീട് ഹോളിവുഡിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിട്ട് മാറി. പരസ്പരം ആരോപണങ്ങൾ, കോടതി കേസുകൾ, മാധ്യമ വിചാരണ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ആംബർ ഹേർഡുമായിട്ടുള്ള ഈ ഒരു വിവാദത്തിന് ശേഷം ജോണി ഡെപ്പിനെ ഡിസ്നിയിൽ നിന്ന് തന്നെ പുറത്താക്കി. പുതിയ പാരറ്റ്സ് ഓഫ് ദ കരീബിയൻ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇത് ആരാധകരെ വളരെയധികം ഞെട്ടിച്ചു. കാരണം പാരറ്റ്സ് ഓഫ് ദ കരീബിയനിലെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന ക്യാരക്ടർ ജോണി ഡെപ്പിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ആൾക്കാർ ജോണി ഡെപ്പിനെ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. അങ്ങനെ 2022-ൽ ജോണി ഡെപ്പും ആംബർ ഹേർഡുമായിട്ടുള്ള ഈ ഒരു കേസ് ലോകം മുഴുവൻ ലൈവായി കണ്ടു. സോഷ്യൽ മീഡിയ മുഴുവനും ഇതായിരുന്നു ചർച്ച. അവസാനം കോടതിയിൽ നിന്ന് ജോണി ഡെപ്പിന് അനുകൂലമായിട്ടൊരു വിധി വന്നു. അതിനുശേഷം ലോകം വീണ്ടും ജോണി ഡെപ്പിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അവൻ വീണ്ടും സിനിമാ ലോകത്തേക്ക് മടങ്ങി. ജോണി പിന്നീട് കോടതിയിൽ പറഞ്ഞു, $100 മില്യൺ തന്നാലും ഞാനിനി തിരികെ പോകില്ല. അവൻ്റെ കരിയറിലെ ഏറ്റവും ഇരുണ്ട സമയമായിരുന്നു അത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒടുവിൽ തൻ്റെ അമ്മ വാങ്ങിക്കൊടുത്ത ഗിത്താർ വെച്ച് ഒരു റോക്ക് സ്റ്റാർ ആവാൻ നോക്കിയ ഒരു ചെറുപ്പക്കാരൻ, പിന്നീട് ലോക സിനിമയുടെ ചരിത്രത്തിൽ തൻ്റെ പേര് കൊത്തിവെച്ച ഒരു മനുഷ്യൻ. അതാണ് ജോണി ഡെപ്പ്, നമ്മുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ.